ഈ സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് ലിജോ മോൾക്ക് എത്രത്തോളം ദൂരം ഉണ്ടായിരുന്നു? ഇവിടുന്ന് കൊച്ചിന്ന് കൊല്ലം വരെ. കൊച്ചിയിലായിരുന്നു, കൊച്ചിയിൽ കൊല്ലം ഞാനൊരു ഫീലിംഗ് ചോദ്യം ചോദിച്ചു വന്നായിരുന്നു. വന്നത് ആരായിരുന്നു? ഞങ്ങൾക്കൊക്കെ ഒരേ ദൂരമായിരുന്നു. ദീപക് വർമ്മ അവരാണ് ക്യാരക്ടറിലേക്ക് ഒരു ബന്ധമില്ല. ഈ കഥയിലേക്ക് വരുമ്പം അതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഇപ്പം സ്റ്റെഫി ആണെങ്കിലും സ്റ്റെഫിയുടെ അമ്മയാണെങ്കിലും ഒരു പോയിന്റിൽ കഥയെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. അതിന് ഒരു വലിയ ഇമോഷണൽ ഫാക്ടറും കൊടുക്കുന്നുണ്ട്, അതേപോലെ ഒരു ഇൻസൈറ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. ആ സ്ത്രീപക്ഷപരമായിട്ട് തന്നെ കഥ മുന്നോട്ട് പോകുന്നൊരു ലെയറിൽ ഈ പൊന്മാനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് പവർഫുൾ ആവുന്നുണ്ട് ആ ഒരു ഫാക്ടർ? ഇതില് ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമല്ല, ഇതിലെ ഓരോ ക്യാരക്ടറും അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അവനവൻ്റെ ശരികളെ ചൂസ് ചെയ്യുന്ന ആളുകളാണ്. അതിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നോക്കുന്നു. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത ശരി അത് മറ്റുള്ള അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ശരി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് എൻ്റെ തെറ്റ് തിരുത്താൻ റെഡിയാകുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ. അത് എൻ്റേതെന്ന് മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും അങ്ങനെ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മരിയാനോടെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയാൾ ശരിയാണോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ നമുക്ക് എല്ലാവരുടേതും ഭയങ്കര എന്താ പറയുക സംശയം തോന്നും. ഇത് ഓക്കെ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെഫി ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്കൊരു പോയിന്റ് തോന്നും. അത് കഴിഞ്ഞ് നമുക്ക് തോന്നും അല്ല സ്റ്റെഫി ആണ് ശരി, അല്ലെങ്കിൽ അജേഷ് ആണോ ശരിയെന്ന് നമുക്ക് ഒരു പോയിന്റിൽ തോന്നും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അജേഷ് ആണ് ശരി. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങൾ, ഇതിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇതിൽ മരിയാനോയുടെ അമ്മയായിട്ട് ചെയ്യുന്ന ജയചേച്ചി ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ജയചേച്ചി ചെയ്തിരിക്കുന്ന ക്യാരക്ടറിനും ജയചേച്ചി ആ ക്യാരക്ടറിനും അതിൻ്റെ ശരികളുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ആയിരിക്കാൻ അവർക്കതിനുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ക്യാരക്ടേഴ്സും അവർക്ക് ഈ പറഞ്ഞ റിയലൈസേഷൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം പടത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ അത് ഒരുപാട് സ്ത്രീകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് നമുക്കിപ്പം ഒരുപാട് നമ്മുടെ ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു റിയലൈസേഷൻ എന്തായാലും സ്ത്രീകൾക്കായാലും ഫാമിലിക്കായാലും പേരൻസിന് പ്രത്യേകിച്ചും വരും. ഓക്കെ, ഈ സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് ലിജോ മോൾക്ക് എത്രത്തോളം ദൂരം ഉണ്ടായിരുന്നു? ഇവിടുന്ന് കൊച്ചിന്ന് കൊല്ലം വരെ. കൊച്ചിയിലായിരുന്നു, കൊച്ചിയിൽ കൊല്ലം ഞാനൊരു ഫീലിംഗ് ചോദ്യം ചോദിച്ചു വന്നായിരുന്നു. ദൂരെന്ന് വന്നത് ആരായിരുന്നു? ഞങ്ങൾക്കൊക്കെ ഒരേ ദൂരമായിരുന്നു. ദീപക് വർമ്മ അവരാണ് ക്യാരക്ടറിലേക്ക് ഒരു ബന്ധമില്ല. അല്ല, സ്റ്റെഫിയിലേക്ക് ലിജോയ്ക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറെ മനസ്സിലാക്കാൻ പറ്റും. അതിപ്പം എനിക്കായാലും അല്ലെങ്കിൽ നിങ്ങൾക്കായാലും ഒക്കെ ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക് മനസ്സിലായി. ഇപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പോൾ 4-5 ചെറുപ്പക്കാർ വായിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് സ്റ്റെഫി. അല്ലെങ്കിൽ സ്റ്റെഫി ആയിക്കോട്ടെ, സ്റ്റെഫിയുടെ അമ്മ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇതിലെല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഓക്കെ, ഇതിൽ എല്ലാവരെയും സാഹചര്യങ്ങളാണ് വില്ലനോ അല്ലെങ്കിൽ നമ്മൾ നല്ലവനോ ആക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പോയിന്റിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്കിത് ഈ നോവൽ വായിച്ചപ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടനെ കഥ പറഞ്ഞപ്പോഴായാലും എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടത് എളുപ്പമായിരുന്നു. മതിയോ?